പതിവെന്ന പോലെ ഇങ്ങനെ നായാക്രമണങ്ങളുടെ വാർത്തകൾ കേൾക്കുകയാണ്. ഇന്നുമുണ്ട് കുറ്റ്യാടി നീലച്ചുകുന്നിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 4 വയസ്സുകാരന് ഉൾപ്പെടെ 6 പേർക്ക് കടിയേറ്റു എന്ന വിവരം ലഭ്യമാകുന്നു. പരിക്കേറ്റവർ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന, കഴിഞ്ഞ ദിവസവും പലയിടങ്ങളിൽ നിന്നും ഈ നായകടിയുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഓടിച്ചിട്ട് വളർത്തുനായ ഉൾപ്പെടെ ഓടിച്ചിട്ട് കടിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ കോഴിക്കോട് നിന്നൊക്കെ കേട്ടു. ഇന്നിപ്പോൾ വരുന്ന നായാക്രമണം അത് എവിടെയാണ്, എങ്ങനെയാണ്, എത്ര പേർക്കാണ് കടിയേറ്റത്? ഇന്നലെ നായ ആക്രമണം ഉണ്ടായത് അത് വളർത്തുനായിയായിരുന്നു. ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാർത്ത വരുന്നത് കുറ്റ്യാടിക്കടുത്ത് നീലേച്ചുകുന്നിലാണ്. ഈ കുറ്റ്യാടിയുടെ സമീപ മേഖലകളിലായാണ് ഈ ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായതായി വാർത്ത വരുന്നത്. നീലേച്ചുകുന്ന്, കുളങ്ങരത്താഴ, കരഞ്ഞോട് എന്നിവിടങ്ങളിൽ വെച്ചാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടാവുകയും ഇത് 7 പേരെയാണ് കടിച്ചത്. നേരത്തെ ഒരു 6 പേരെ കടിച്ചു എന്നുള്ളതായിരുന്നു വാർത്ത. ഇന്ന് അല്പസമയത്തിനകം ഒരാൾക്ക് കൂടി ഈ ഒരു തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുകയാണ്. അപ്പൊ മൊത്തം 7 പേരെയാണ് ഇന്ന് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. രാവിലെ 10:45 കൂടി ഒരു 4 വയസ്സുകാരനെ വീട്ടിന്റെ മുറ്റത്ത് ഇരിക്കുകയായിരുന്നു. 4 വയസ്സുകാരനെ തെരുവുനായ ഓടിച്ചെന്ന് ആക്രമിക്കുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ അവിടെ റോഡിലൂടെ നടന്നു പോകുന്ന മറ്റൊരു മധ്യവയസ്കനെയും ഈ തെരുവുനായ ആക്രമിച്ചു. അതിന് പിന്നാലെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ഒരു തൊഴിലാളിയെ ഓടിച്ചെന്ന് കടിച്ചു. പിന്നീട് ഒരു അതിഥി തൊഴിലാളിക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും നിലവിൽ 7 പേർക്കാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റുള്ളത്. ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെ നാട്ടുകാർ ഉൾപ്പെടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ നായയെ പിടിക്കാൻ ഒരു ശ്രമം കൂടെ നടക്കുന്നുണ്ട്. അതിനെ പിടിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ അതിന് പേവിഷബാധയുണ്ടോ എന്നും മറ്റുമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമം കൂടെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ പരിക്കേറ്റവരെ 7 പേരെയും കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരെ ഡോക്ടർ ബെക്ക് നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം പരിശോധന നടത്തുകയും കൂടെ ചെയ്യുന്നുണ്ട്. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. നായകടി ഏൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന 6 പേർക്കാണ് നായകടി ഏറ്റത്.